നമസ്കാരം. KMCN വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ആലപ്പുഴ കായംകുളത്ത് എബനൈസർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ആലപ്പുഴ ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലിനും നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യം. ജില്ലാ ഭരണകൂടം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എച്ച് സലാം MLA. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗ്രാമീണ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാചകവാതക വിലവർദ്ധനവിനെതിരെ കർഷക തൊഴിലാളികളുടെ പ്രതിഷേധം. കർഷക തൊഴിലാളി യൂണിയൻ വനിതാ സബ് കമ്മിറ്റി അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കായംകുളത്ത് എബനൈസർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കായംകുളം കണ്ണമ്പിള്ള സ്വദേശി അജിത്ത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനിയും വയറുവേദനയും തുടർന്ന് എബനൈസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്റെ ചെറുമകളാണ്, എന്റെ ജ്യേഷ്ഠന്റെ മകളാണ്. ഒരു പനി വന്ന് പനിയെ തുടർന്ന് വയറ്റിൽ വേദന വന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് 4 ദിവസമായത്. ഈ 4 ദിവസം കൊണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ എന്നിട്ടും ചോദിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ടുപോകാം, വേറെ മാറി കൊണ്ടുപോകാം. ഇവർ സമ്മതിക്കുന്നില്ല, ഇവർ കാണാൻ സമ്മതിക്കാറുണ്ട്. ഇന്നലെ ചോദിച്ചു, അപ്പോൾ പറയുമ്പോൾ എല്ലാം ഇതിലെ ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത്. ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല. എന്നിട്ട് ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ചോദിച്ചു, എൻ്റെ വൈഫ് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് വരെ കൂട്ടാക്കല്ലേ, പിന്നെ പിടിച്ചു നോക്കുമ്പോൾ ശരീരം മൊത്തം തണുത്തിരിക്കുന്നു കുഞ്ഞിന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വൈഫ് വന്നിട്ട് നേഴ്സുമാരെന്ന് പറഞ്ഞു. നേഴ്സുമാർ വന്ന് പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ പെട്ടെന്ന് തന്നെ ICUയിലോട്ട് മാറ്റിയത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ ICUയിലേക്ക് മാറ്റി. 8 മണിയോടെ കുട്ടി മരിച്ചു. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കാഞ്ഞതാണ് മരണകാരണമെന്ന് ബന്ധുക്കളുടെ പരാതി. തുടർന്ന് ഇവർ ആശുപത്രി വളപ്പിൽ പ്രതിഷേധിച്ചു. കായംകുളം DYSP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തിയത്. കായംകുളം സർക്കാർ LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിലക്ഷ്മി. ചികിത്സയിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ലെന്നാണ് എബനൈസർ ഹോസ്പിറ്റലിന്റെ വിശദീകരണം. അതേസമയം കുട്ടി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവില്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങളും മറ്റ് ഇന്റേണൽ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നതായും സംശയമുണ്ട്. ആശുപത്രിയിൽ നാശനഷ്ടമുണ്ടാക്കിയതിനും ഡോക്ടറെ കയ്യേറ്റം ചെയ്തതിനും ബന്ധുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലിനും നിർമ്മാണങ്ങൾക്കുമെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് എച്ച് സലാം MLA ആവശ്യപ്പെട്ടു. നമ്മുടെ ആലപ്പുഴ നഗരത്തിൽ 2-3 വൻകിടക്കാരായ റിസോർട്ടുകൾ ഈ പറഞ്ഞ ഭൂമി നികത്തലും കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും നടത്തിയിരിക്കുന്നുള്ളതാണ് ഒരു ഗൗരവമായൊരു പ്രശ്നം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പള്ളാത്തുരുത്തിയിലെ സാധാരണ കർഷക തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശം, അവിടേക്ക് ഒരു ടൂ വീലർ പോലും മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്ന വഴിയുണ്ടായിരുന്നില്ല. അവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 1,87,00,000 രൂപ മുടക്കി ആ പ്രദേശത്തേക്കൊരു റോഡ് നിർമ്മിക്കാൻ ഞാൻ മുൻകൈയെടുത്ത് തീരുമാനിച്ചു. ആ നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാന്താരി റിസോർട്ട് എന്ന പേരിൽ മുത്തൂറ്റിൻ്റെ ഒരു ഉടമസ്ഥയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ആ നിർമ്മാണം തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടിലേക്കാണ് അവർ വന്നത്. ഹൈക്കോടതിയിൽ ഈ റിസോർട്ടിൻ്റെ ഉടമസ്ഥന്മാർ ഹാജരാക്കിയ രേഖാപ്രകാരം ക്ലാസ് ഓഫ് ലാൻഡ്, അതായത് 2024 ഡിസംബറിൽ അവർ തന്നെ അപേക്ഷ കൊടുത്തു വാങ്ങി കോടതിയിൽ സബ്മിറ്റ് ചെയ്ത പൊസഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഇത് നിലം ആണെന്നാണ്. നിലമായി ഇപ്പോഴും നിലമായി കിടക്കുന്ന ഭൂമിയിൽ നിർമ്മാണം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ
ഈ മതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 എതിരായ ആലപ്പുഴ ജില്ലയിലെ 215 സ്ഥലങ്ങൾ അനധികൃതമായി നികത്തിയിട്ടുണ്ടെന്നാണ് നിയമസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രി ഉത്തരം നൽകിയിട്ടുള്ളത്. ഇതിൽ 22 സ്ഥലങ്ങൾ അമ്പലപ്പുഴ താലൂക്കിൽ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനു പുറമെ റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെയുള്ള വൻകിടക്കാർ പുറമ്പോക്ക് ഭൂമി വൻതോതിൽ കയ്യേറുന്ന സാഹചര്യവും നിലവിൽ നിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി പോലും വാങ്ങാതെ വൻകിടക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും പഴവീട് വില്ലേജ് പരിധിയിൽ പള്ളാത്തുരുത്തി സാന്താരി റിസോർട്ടിലെ നിലം ആയ ഭൂമി നഗരസഭയുടെ അനുവാദമില്ലാതെ ചുറ്റുമതിലും കെട്ടിടത്തിന്റെ നിർമ്മാണവും അനധികൃതമായി നടത്തിയിരിക്കുകയാണെന്നും ഈ അനധികൃതമായ മതില് പള്ളാത്തുരുത്തിയിലെ സാധാരണ കുടുംബങ്ങളുടെ റോഡ് നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും റിസോർട്ട് ഉടമകൾ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും എച്ച് സലാം കൂട്ടിച്ചേർത്തു. മുല്ലക്കൽ വില്ലേജ് പരിധിയിൽപ്പെടുന്ന ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിലെ വൻകിട റിസോർട്ട് ഉടമകൾ 4.61 സെന്റ് തോട് പുറമ്പോക്ക് ഭൂമി നികത്തി കൈവശപ്പെടുത്തിയതാണെന്നും 2019 റവന്യൂ വിഭാഗത്തിന്റെ പരിശോധനയെ തുടർന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനും അനധികൃത നിർമ്മാണങ്ങൾ തടയുവാനും ശക്തമായ നടപടി റവന്യൂ അധികാരികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നവീകരിച്ച കോയിപ്രം ജംഗ്ഷൻ, കല്ലുകടവ്, ബാങ്ക് പടി, ചാലച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗ്രാമീണ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗ്രാമീണ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇക്കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കോയിപ്രം ജംഗ്ഷൻ, കല്ലൂക്കടവ്, ബാങ്ക് പടി, ചാലിച്ചിറ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോയിപ്രം ജംഗ്ഷൻ, കല്ലുകടവ്, ബാങ്ക് പടി, ചാലച്ചിറ റോഡ് നവീകരണം പൂർത്തീകരണം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ടാർ ചെയ്ത റോഡുകൾ കേരളത്തിൽ കൂടുതലാണ്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ചിലയിടത്ത് വലിയ ഹൈവേ 6 വരിയൊക്കെ ഉണ്ടാകും. പക്ഷെ ഉള്ളോട്ട് പോയാൽ റോഡില്ല. യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പോകാനുമൊക്കെയുള്ള സംഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായുള്ള അവസരം ഉണ്ടായിരുന്നു. അന്ന് അത്ഭുതപ്പെട്ടു പോയ കാര്യം, പുറത്തേക്ക് ഹൈവേകളുണ്ട് പലയിടത്തും, പക്ഷെ നമ്മൾ ഉള്ളോട്ട് പോകുമ്പോൾ റോഡില്ല. ഭൂമി ഇഷ്ടം പോലെയുള്ള ഒരു നാടല്ല നമ്മുടെ കേരളം, അല്ലേ? നമുക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതലാണ്. ജീവിക്കുന്ന മനുഷ്യർക്ക് ഭൂമി അധികം ലഭ്യമാകാത്ത നാടാണ്, തിങ്ങിപ്പാർക്കുന്ന നാടാണ്. കേരളത്തിലെ റോഡ് നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥയാണ്. ഡിസൈനിങ്ങിലൂടെയാണ് കാലാവസ്ഥയെ അതിജീവിക്കുന്ന റോഡുകൾ നിർമ്മിക്കാനാവുന്നത്. 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ പൊതുമരാമത്ത് റോഡുകളുടെ 50% BMBC നിലവാരത്തിൽ എത്തിക്കണമെന്ന ലക്ഷ്യം 3.5 വർഷം കൊണ്ട് നേടാനായി 1.5 കോടി രൂപ മുതൽ മുടക്കിയാണ് BM&BC നിലവാരത്തിൽ കോയിപ്രം ജംഗ്ഷൻ, കല്ലൂക്കടവ്, ബാങ്ക് പടി, ചാലിത്തറ റോഡിന്റെ നവീകരണം നടത്തിയത്. ചടങ്ങിൽ ജോബ് മൈക്കൽ MLA അധ്യക്ഷത വഹിച്ചു. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു S മേനോൻ, ശൈലജ സോമൻ, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽ മാത്യു, പൊതുമരാമത്ത് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനി മെറീൻ എബ്രഹാം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KD സുഗതൻ, PS രാജേഷ്, രമേശ് ബാബു, കോയിപ്രം അഗസ്റ്റിൻ ജോർജ്, CD വത്സപ്പൻ, KG രാജ്മോഹൻ, MN മുരളീധരൻ നായർ എന്നിവർ പങ്കെടുത്തു. പാചകവാതക വില വർധനവിനെതിരെ കർഷക തൊഴിലാളി യൂണിയൻ വനിതാ സബ് കമ്മിറ്റി നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ താഴുമ്പോഴും പാചകവാതകമടക്കമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് മോദി സർക്കാർ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് KSKTU വനിതാ സബ് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. നഗരത്തിൽ പ്രകടനം നടത്തിയ ശേഷം സീറോ ജംഗ്ഷൻ സമീപമാണ് അടപ്പുകൂട്ടി പ്രതിഷേധിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിൽ അവർ ഓരോ ഘട്ടം ചെല്ലുന്തോറും പാവപ്പെട്ട ആളുകളുടെ തലയിലേക്ക് ഇടുത്തി വീഴുന്നത് പോലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നത് നമുക്കറിയാം. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആകമാനം മാന്യം സംഭവിക്കുന്ന രീതിയിൽ സാമ്പത്തികമായി ഉപരോധിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ്
അടിയന്തരമായി അവർ തീരുമാനിച്ച് 50 രൂപ കൂടി ഗ്യാസിന് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നത്. ഇങ്ങനെ ഓരോ തലങ്ങളിലേക്കും ഓരോ കാര്യങ്ങളിലേക്കും വിശിഷ്യ കേരളത്തെ തന്നെയാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒറ്റയടിക്ക് ഈ കഴിഞ്ഞ ദിവസം 50 രൂപയാണ് ഗ്യാസിൻ്റെ വില വർധനവ് വന്നിട്ടുള്ളത്. നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരുടെ തലയിലേക്ക് ഒരു ഇടിത്തീ പോലെയാണ് ഈ ഗ്യാസിൻ്റെ വില വർധനവ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില അമിതമായ രീതിയിൽ ഓരോ ഘട്ടങ്ങളിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് തന്നെയാണ് 50 രൂപ എന്ന രീതിയിൽ. 50 രൂപയാകുമ്പോൾ 900 രൂപയാണ്. ഒരു കുറ്റി സിലിണ്ടർ നമ്മൾ വാങ്ങണമെങ്കിൽ 900 രൂപ കൊടുക്കണം. കർഷക തൊഴിലാളി വനിതാ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ വസന്ത കുസുമം അധ്യക്ഷയായി. സബ് കമ്മിറ്റി കൺവീനർ ലതാ സണ്ണി, KSKTU ഏരിയ സെക്രട്ടറി ബീന രമേശ്, ജയശ്രീ, ബിന്ദു, ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി വിലയ്ക്ക് ലഭ്യമാക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ വിപണിക്ക് തുടക്കമായി. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. ഉത്സവകാലത്ത് പൊതുവിപണിയിലുണ്ടാകുന്ന അന്യായമായ വിലവർദ്ധനവ് തടയുവാനും ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനുമാണ് കൺസ്യൂമർ ഫെഡ് ഇത്തരത്തിലുള്ള ന്യായവില വിപണികൾ ആരംഭിച്ചതെന്ന് H. സലാം MLA പറഞ്ഞു. നമുക്കറിയുന്ന പോലെ എല്ലാ ഉത്സവ സന്ദർഭങ്ങളിലും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സഹകരണ വകുപ്പിന്റെ കീഴിൽ വരുന്ന കൺസ്യൂമർ ഫെഡ് ഈ നിലയിൽ സബ്സിഡി നിരക്കിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ വസ്തുക്കൾ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള വിപണി ആരംഭിക്കുന്നത്. ഓരോ വർഷം എടുക്കുമ്പോൾ ഏതാണ്ട് മിക്കവാറും എല്ലാ ഉത്സവ സമയങ്ങളിലും നിശ്ചിതമായൊരു സമയം അത്തരം വിപണി ആരംഭിക്കുന്നതിലൂടെ പൊതു കമ്പോളത്തിലെ വിലയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു സിസ്റ്റത്തിലാണ് ഈ പറഞ്ഞ പോലെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നിശ്ചയമായിട്ട് കഴിയുന്നത്. ശനിയാഴ്ച മുതൽ 21 വരെയുള്ള 10 ദിവസം നീളുന്ന സബ്സിഡി വിപണിയിൽ 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് ന്യായവിലയിൽ ലഭ്യമാകുന്നത്. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ആദ്യ വിൽപ്പന നടത്തി. 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ വളരെ വിപുലമായ രീതിയിലാണ് ഇതിൻ്റെ കച്ചവടങ്ങൾ നടക്കുക. നമുക്കറിയാം, 13 ഇനം സാധനങ്ങൾക്കാണ് ഏറ്റവും സബ്സിഡി ഇനത്തിൽ വിലക്കുറവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്. റീജിയണൽ മാനേജർ P. സുനിൽ, മാർക്കറ്റിംഗ് മാനേജർ A. അജയ്കുമാർ, അഡ്മിനിസ്ട്രേറ്റർ മാനേജർ PJ ബീന എന്നിവർ സംസാരിച്ചു. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർത്തല പൂരത്തിന് ശേഷം മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ് മെഗാ ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല എന്നത് യാഥാർത്ഥ്യമാക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് ചേർത്തല നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. കേവലമായൊരു പ്രഖ്യാപനവും മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഓരോ ദിവസവും ചേർത്തല നഗരസഭ നമ്മളോട് കാണിച്ചു തരുന്നുണ്ട്. ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യവും പ്രത്യേകതയും എല്ലാമുള്ള ചേർത്തല പൂരം ഇന്നലെ സമാപിക്കുകയായിരുന്നു. ഇന്നലെയല്ല, ഇന്ന് വെളുപ്പിനെ സമാപിക്കുകയായിരുന്നു. ചേർത്തല പൂരത്തിന് ശേഷം ചേർത്തല ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലും ചുറ്റുമെല്ലാം ഉണ്ടായിരിക്കുന്ന മാലിന്യങ്ങൾ അതിരാവിലെ തന്നെ നീക്കം ചെയ്ത് ചേർത്തലയെ കാത്തുപുലർത്താൻ നഗരസഭ എടുത്തിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹരിതകർമ്മസേനയിലെ സഹോദരിമാരടക്കം, ചേർത്തല നഗരസഭയിലെ ജീവനക്കാരടക്കം, മറ്റ് അംഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മെഗാ ക്ലീനിങ്ങിലൂടെ ചേർത്തലയെ യാഥാർത്ഥ്യമാക്കി ഓരോ ദിവസവും നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മെഗാ ക്ലീനിങ്ങിലും ഏർപ്പെട്ടിരിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നത് ചേർത്തല നഗരസഭയെയാണ്. ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയുമാണ്. ഒരു വലിയ ഉത്തരവാദിത്വം, ഓരോ ദിവസവും ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ചേർത്തലയാക്കി ചേർത്തലയെ നിലനിർത്താൻ, ചേർത്തലയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെഗാ ക്ലീനിങ്ങും ഇന്ന് ഇവിടെ നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയ്കുമാർ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു, കൗൺസിലർമാരായ MK പുഷ്പകുമാർ, ആശ മുകേഷ്, അനൂപ് ചാക്കോ, ജോസഫ് മുള്ളൻചിറ, A. അജി എന്നിവരും ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വർഷവും പൂരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ
നമ്മുടെ ചേർത്തല അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുന്ന പരിപാടി നമുക്ക് എല്ലാ വർഷവുമുണ്ട്. ഇത്തവണയും നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മുടെ മന്ത്രി നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ എല്ലാവരും ശ്രവിച്ചു കാണും. ചേർത്തലയെ നമ്മൾക്ക് ഏതെല്ലാം രീതിയിൽ നമ്മൾ ചേലത്തതാക്കാൻ പറ്റുമോ ആ രീതികളിലെല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ആ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടുപോവുകയാണ്. അതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾ, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ കണ്ടിജൻസി ജീവനക്കാർ, മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ, കൗൺസിലേഴ്സ്, വൈസ് ചെയർമാൻ അടക്കം എല്ലാവരും ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി പച്ചക്കറി ക്ലസ്റ്റർ വിപണിയിലിറക്കുന്ന വിഷുക്കണി കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി പച്ചക്കറി ക്ലസ്റ്റർ വിപണിയിലിറക്കുന്ന വിഷുക്കണി കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഓണമാകുമ്പോഴേക്കും തുമ്പ പൂക്കും, വേണം വിഷു ആകുമ്പോഴേക്കും കണിക്കൊന്നയും. പ്രകൃതി കൂടി ആണ് ഈ ഉത്സവങ്ങളെ, ആഘോഷങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളുമെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. അതെല്ലാം ആണെങ്കിൽ പോലും ഏറ്റവും പ്രാധാന്യം കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ കൃഷികളിലേക്കെല്ലാം മലയാളി കടക്കുന്നത് ഈ വിഷുവോടുകൂടിയാണ്. വിഷുവും മേടം 10-ൻ്റെ 10-ാമതയുമെല്ലാം കാർഷിക പ്രാധാന്യമുള്ള 2 ദിവസങ്ങളാണ്. വിഷു തന്നെയും ഏതാണ്ട് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമായി പരിഗണിക്കാറുണ്ട്. ഞാൻ അതിൻ്റെ പ്രത്യേകതയൊന്നും പറഞ്ഞു പോകുന്നില്ല. മണ്ണിൽ നിന്ന് നല്ല വിളവെടുപ്പ് കിട്ടാൻ നല്ല അധ്വാനം വിനിയോഗിക്കുന്ന കർഷകൻ അത്തരമൊരു കൃഷിക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയിട്ടാണ് ഈ ദിവസങ്ങളെല്ലാം. നല്ല തരത്തിൽ നമുക്ക് ഈ തോള വിളവെടുപ്പ് നന്നായി നടത്താൻ കഴിഞ്ഞു. എന്തായാലും കണിയൊരുക്കുന്നതിന് വേണ്ടി കണിക്കറ്റ് ഇവിടെ ക്ലസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിന് നേരത്തെ കൃഷി പ്രവർത്തനങ്ങളുടെ എല്ലാവിധ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. എല്ലാവിധ ആശംസകളും. കഞ്ഞിക്കുഴി പാലത്തിന് സമീപമുള്ള വിപണന കേന്ദ്രത്തിന് മുൻവശം നടന്ന ചടങ്ങിൽ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, പച്ചക്കറി ക്ലസ്റ്റർ പ്രസിഡന്റ് എം ഡി സുധാകരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കമലമ്മ, പഞ്ചായത്ത് അംഗ ഷീല പ്രതീഷ് ബെൽ, കെ കൈലാസൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, ആർ രവിപാലൻ എന്നിവർ സംസാരിച്ചു. കണിക്കൊന്നയും കണിവെള്ളരിയും കണിമത്തനും ചക്കയും മാങ്ങയും വെറ്റിലയും പാക്കും ആപ്പിളും മുന്തിരിയും ഉൾപ്പെടെ കണിക്കാവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങിയ 14 ഇനം ഐറ്റമാണ് കിറ്റിലുള്ളത്. ആവശ്യക്കാർക്ക് 13-ാം തീയതി വൈകുന്നേരം വരെ ഇവിടെ നിന്നും കിറ്റുകൾ വാങ്ങാൻ കഴിയും. 349 രൂപ നിരക്കിലാണ് വിപണനം. ഇരു കൈകളും ബന്ധിച്ച് 6 വയസ്സുകാരൻ വേമ്പനാട് കായൽ നീന്തിക്കടന്നു. 7 കിലോമീറ്റർ ദൂരമാണ് നീന്തിയത്. കോതമംഗലം ശ്രീജ ഭവനിൽ ശ്രീജിത്തിന്റെയും രഞ്ജുഷയുടെയും മകനായ ശ്രാവൺ എസ് നായരാണ് വേമ്പനാട് കായൽ നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2ാമതും ഇടം പിടിച്ചത്. അനുമോദിക്കുവാനായി മുഴുവൻ നല്ല ആളുകളെയും ഞങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ 7:45 ആലപ്പുഴ ജില്ല വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 7 കിലോമീറ്ററാണ് ശ്രാവൺ ഇരുകൈകളും ബന്ധിച്ച് നീന്തി കടന്നത്. പുതുപ്പാട് കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രാവൺ. 2024 ഓഗസ്റ്റ് മാസം ശ്രാവൺ 7 കിലോമീറ്റർ നീന്തി റെക്കോർഡിട്ടിരുന്നു. ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത്. ചേനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ശ്രാവന്റെ കൈവിലങ്ങുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഷൈൻ അഴിച്ചു. തുടർന്ന് അനുമോദന സമ്മേളനവും നടന്നു. സമ്മേളനം ഉദയനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള കൊച്ചുകുരുന്നുകൾ ഈ മനോഹരമായ വേമ്പനാട് കായൽ നീന്തിക്കടന്ന് നമുക്ക് അഭിമാനം നൽകി മുന്നോട്ട് പോകും. ആ പട്ടികയിൽ ശ്രദ്ധേയമായി ആ ഒരു
ദൗത്യം ഏറ്റെടുത്ത് വിജയിച്ച് സ്ഥാപനത്തെ അനുഭവിക്കുന്ന യോഗം എന്തുകൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാണ്. മുൻ മുനിസിപ്പൽ കൗൺസിലർ ജയ്ജോൺ പേരയിൽ അധ്യക്ഷനായി. CN പ്രദീപ് സ്വാഗതം പറഞ്ഞു. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വിശിഷ്ടാതിഥിയായി. അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന വീട്ടുകാരെ, പിന്നെ ബിജു തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ഡോൾഫിൻ ക്ലബ് അംഗങ്ങൾ എല്ലാവരും, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ നമുക്ക് തന്നെ ഒരു പ്രചോദനമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിട്ട് വീണ്ടും പഠിക്കാൻ നീന്തൽ പഠിക്കേണ്ട ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം വൈക്കത്തിനെ സംബന്ധിച്ച് വൈക്കം ഏറ്റവും കൂടുതൽ കായൽ തീരങ്ങളും കുളവും തോടും ഒക്കെയുള്ള സ്ഥലം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷ അത് ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് തന്നെ നീന്തൽ ഏറ്റവും അത്യാവശ്യമാണ്. നീന്തൽ പരിശീലനം അല്ലെങ്കിൽ നീന്തൽ അറിയണം എന്നുള്ളത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം. ചേർത്തലയിൽ ശാവേശ്ശേരി ഫെസ്റ്റ് 2025 തുടക്കമായി. ഫെസ്റ്റിനോടനുബന്ധിച്ച് ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൂട്ടയോട്ടം പ്രശസ്ത വയലിനിസ്റ്റ് ഡോക്ടർ ബിജു മല്ലാരി ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാര് ഏറ്റവും ലഹരിയുടെ അടിമത്തത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു നിമിഷമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലേക്കാണ് ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിൽ തൊട്ടാണ് ഇതിന് വലിയ മാഫിയ തന്നെ ഉണ്ട്. അതിൽ നിന്നുമൊക്കെ നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കണം. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ സമ്പത്തിനും എല്ലാത്തിനും നല്ലൊരു ഹെൽത്തിയായ ചെറുപ്പക്കാരെ നമുക്ക് ആവശ്യമാണ്. ഇവരാണ് നേരത്തെ ശ്രീകുമാരേട്ടനും ഇവരോട് സംസാരിച്ചതുപോലെ ഇവരാണ് നാടിൻ്റെ സമ്പത്ത്. ഇവരിലൂടെയാണ് നമുക്ക് നാളെ ഈ ലോകത്തെ കാണേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ ചേർത്തല ബോയ്സ് സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ആ സ്കൂളിൽ നിന്ന് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ആ സ്കൂളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങുന്നത് എന്തുകൊണ്ടും ഒരു അഭിമാനകരമാണ്. നമുക്കിതിനു വേണ്ടി എല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ശാവേശ്ശേരി വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീകുമാരേട്ടൻ ഇവർ ധാരാളം പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ സഹകരണമുണ്ട്. പ്രത്യേകിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരിതിനു വേണ്ടി വളരെ നാളുകളായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എക്സൈസ് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടുള്ള ജയരാജ് സാറിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് നോക്കിയാൽ വളരെ നാളുകളായിട്ട് അദ്ദേഹം ഒരു ഓട്ടംതുള്ളൽ എല്ലായിടത്തും അവതരിപ്പിക്കുന്നുണ്ട് ഈ ലഹരിക്കെതിരെ. അങ്ങനെ വരെയും കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ നാടിന് ഇതൊരു വലിയൊരു കാഴ്ചപ്പാടായിരിക്കും. ഈ കുട്ടികളിൽ നിന്ന് തന്നെ ഇതിങ്ങനെ തുടങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ നാടിനെ നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിൻസിപ്പൽ ലെജുമോൾ, വിമുക്തി കോർഡിനേറ്റർ ശ്രീജ, NSS കോർഡിനേറ്റർ അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ രക്ഷാധികാരി PS മോഹൻ പതാക ഉയർത്തി. ഫെസ്റ്റിന്റെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ജാഥയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. കലവൂർ കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് ആനയൂട്ട് സംഘടിപ്പിച്ചു. രാവിലെ 10-ന് അംബേദ്കർ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഗജവീരന്മാരെ വമ്പിച്ച സ്വീകരണം നൽകിയത്. പല്ലാട്ടുപെരുമത്തൻ, കുളമാക്കിൽ പാർത്ഥസാരഥി, കുളമാക്കിൽ ഗണേശൻ, കുളമാക്കിൽ രാജു, ചാരൂർമഠൻ രാജശേഖരൻ, ഭരണങ്ങാന ഗണപതി, കല്ലുംതാഴെ ശിവസുന്ദർ, മുതുകുളം ഹരിഗോവിന്ദൻ, ചീയമ്പാറ സൂര്യൻ എന്നീ ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു.
ചേർത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാർ പങ്കെടുത്തു. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത 400 രോഗികളെയാണ് പരിശോധിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട നേതൃരോഗികളെ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ഭക്ഷണം, യാത്രാക്കൂലി, മരുന്ന്, ഓപ്പറേഷൻ, താമസ സൗകര്യം എന്നിവ തികച്ചും സൗജന്യമായിരിക്കും. ക്യാമ്പിൽ ചെയർമാൻ CK വിജയഘോഷ്, ജനറൽ കൺവീനർ KR രാജു, കൺവീനർ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 35 വർഷമായി മുടങ്ങാതെ എല്ലാ മാസങ്ങളിലും 2ാം ശനിയാഴ്ച ദിവസങ്ങളിൽ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലെ വിദഗ്ധരും പ്രശസ്തരുമായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നു. ഇത് 356ാമത്തെ ക്യാമ്പാണ് ഇത്ര നാളിനുള്ളിൽ. ഏതാണ്ട് 50,000-ത്തിനടുത്ത് ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കണ്ണിന് കാഴ്ച ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 4 ലക്ഷത്തിന് അടുത്ത ആളുകളെ ഇവിടുത്തെ ഓരോ ക്യാമ്പിലുമായിട്ട് പരിശോധന നടത്തി ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ രോഗികളെ കൊണ്ടുപോകും തിരുനെൽവേലിക്ക്. അപ്പോൾ അവർക്ക് യാത്രാക്കൂലി, ഭക്ഷണം, താമസ സൗകര്യം, മരുന്ന്, പരിചരണം, ഓപ്പറേഷൻ ഇതെല്ലാം പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രിഭുനാഥ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാടിന്റെയും നാട്ടുകാരുടെയും ഉന്നമനം, കുടുംബ ഭദ്രത, തൊഴിൽ ലഭ്യത മുതലായവ ലക്ഷ്യമിട്ട് മാരാരിക്കുളം തെക്ക്, വടക്ക് പഞ്ചായത്തുകളിലെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വ്യവസായ സംരംഭം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാരാരിക്കുളം വടക്ക്, തെക്ക് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഈ മാസം, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി ബഹുമാനായ നമ്മുടെ MP KC വേണുഗോപാൽ 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് കർപ്പൂരം, ചന്ദനത്തിരി, വിളക്കുത്തിരി, ഡിറ്റർജൻറ്റ് ഇതിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ആ നിലവാരം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് വളരെ ഉത്തമമായ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇതൊരു ട്രെയിനിങ് സെൻ്റർ ആക്കിക്കൊണ്ട് പണ്ടത്തെ കുടിൽ വ്യവസായം പോലെ തൊഴിൽ ലഭ്യത ഉണ്ടാക്കുക എന്നുള്ള വലിയ ഒരു വിപ്ലവകരമായ ഒരു ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതായത് ഈ ട്രെയിനിങ് സെൻ്ററിലൂടെ നമ്മൾ കൊടുക്കുന്ന ചന്ദനത്തിരിയുടെ ആയാലും കർപ്പൂരത്തിൻ്റെയും വിളക്കുത്തിരി, ഈ ഡിറ്റർജൻ്റ് എല്ലാം നമ്മുടെ കുടിൽ വ്യവസായം പോലെ ഓരോ വീടുകളിൽ ഈ മെഷീൻ എത്തിച്ച് അതിൻ്റെ നമ്മൾ റോ മെറ്റീരിയൽ കൊടുത്ത് അത് 1 മണിക്കൂർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചന്ദനത്തിരിയുടെ ആണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ തോതിൽ എങ്ങനെയാണത് കൊടുക്കേണ്ട പേസ്റ്റ് നമ്മൾ ആ വീട്ടിലെത്തിക്കുകയും അത് അവരുടെ ആ സമയം കണക്കാക്കി 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്തി നമ്മുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് അത് പാക്ക് ചെയ്ത് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ്, ദൈവത്തിൻ്റെ സുഗന്ധം എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് നമ്മളിത് തുടങ്ങുന്നത്. ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ത്രിഭുനാഥ് വെൽഫെയർ ട്രസ്റ്റ് സെക്രട്ടറി വേണുഗോപാലൻ നായർ സ്വാഗതം പറയും. പ്രസിഡന്റ് ഹരികുമാർ VA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ലോഗോ പ്രകാശനം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനാബായ്, 15ാം വാർഡ് മെമ്പർ സാജു വാച്ചാക്കൽ തുടങ്ങിയവർ ആശംസകൾ അറിയിക്കും. തുടർന്ന് വനിതാവേദിയുടെ നൃത്ത പരിപാടിയും സംഘടിപ്പിക്കും. കുളത്രക്കാട്ട് വെളി ശിവാനന്ദപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ 31ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രാവിലെ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ സ്വയംവര ഭാഗം പാരായണം ചെയ്തു. ലക്ഷ്മിയുടെയും നാരായണന്റെയും അനുഗ്രഹം, ഈശ്വര പ്രാർത്ഥനയിലൂടെ ഐശ്വര്യങ്ങൾ നമുക്ക് നല്ല സന്തോഷമായ മനസ്സോടി ഏത് കാര്യത്തിലും, ധനമാണെങ്കിലും സ്നേഹമാണെങ്കിലും അതുപോലെ ബന്ധുക്കളോടുള്ള ഐക്യമാണെങ്കിലും ഒക്കെ ചേർത്ത് നമ്മുടെ കുടുംബജീവിതം നയിക്കാൻ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം. അതിനാണ് ലക്ഷ്മി നാരായണ പൂജ, ലക്ഷ്മി നാരായണ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത്.
തുടർന്ന് രുക്മിണി സ്വയംവരവും നടന്നു. നിരവധി ഭക്തരാണ് സ്വയംവരത്തിൽ പങ്കെടുത്തത്. തുടർന്ന് വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും നടന്നു. വൈകിട്ട് സർവേശ്വരി പൂജയും നടക്കും. ഏപ്രിൽ 7 ആരംഭിച്ച സപ്താഹയജ്ഞം 14 തീയതി സ്വർഗാരോഹണത്തോടുകൂടി സമാപിക്കും. തുടർന്ന് 15 പ്രതിഷ്ഠാ വാർഷികവും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ കായംകുളത്ത് എബനൈസർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ആലപ്പുഴ ജില്ലയിലെ അനധികൃത ഭൂമി നികത്തലിനും നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യം. ജില്ലാ ഭരണകൂടം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എച്ച് സലാം MLA. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗ്രാമീണ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാചകവാതക വിലവർദ്ധനവിനെതിരെ കർഷക തൊഴിലാളികളുടെ പ്രതിഷേധം. കർഷക തൊഴിലാളി യൂണിയൻ വനിതാ സബ് കമ്മിറ്റി അടുപ്പ് കൂട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.